ഹായ് ഫ്രണ്ട്സ്, നാടനെടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണക്കക്കൊഞ്ചും പടവലങ്ങയും കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു നാടൻ തീയലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉണക്കക്കൊഞ്ചൊക്കെ ഞാൻ അതിൻ്റെ കൊമ്പും ഒക്കെ ഒടിച്ച് നന്നായിട്ട് എല്ലാം വറുത്തൊക്കെ ഒന്ന് വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്നുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാനിവിടെ തിരുമ്മി എടുത്തിട്ടിട്ട് കുറച്ച് ചുവന്നുള്ളി അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില, പെരിഞ്ചീരകം ഇത്ര ഞാൻ അതിനകത്തിട്ട് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 5-6 കുരുമുളകും കൂടി വേണമെങ്കിൽ ചേർക്കാം. കാരണം കൊഞ്ചായതുകൊണ്ട് കുരുമുളക് വെച്ച് ചേർക്കുന്നുണ്ട്, നല്ലതാണ്. പിന്നെ നമുക്ക് വേണം ഒരു 2 തക്കാളി, അതേപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള ഒരെണ്ണം. ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പാചകങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ആരുടെയും വീഡിയോ കണ്ടിട്ട് അതേപോലെ അവരെ അനുകരിച്ച് ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ ഇന്നലെ ഒരു സഹോദരനാണോ സഹോദരിയാണോ എന്നറിയത്തില്ല, എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ടു. അപ്പം ഞാനത് വളരെ മാന്യമായ രീതിയിലാണ് അതിനുള്ള തിരിച്ചുള്ള മറുപടി ഇട്ടേക്കുന്നത്. എന്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സമയത്ത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തുകൂടായോ? ഞാൻ എൻ്റെ ഉള്ള സാഹചര്യത്തിനകത്ത് നിന്ന്, ഞാൻ എൻ്റെ പരിമിതിക്കകത്ത് നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലല്ല. അപ്പോൾ എൻ്റേതായിട്ട് എനിക്ക് പറ്റുന്ന എൻ്റെ ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ളവരെ വന്ന് ഉപദ്രവിക്കാതിരിക്കുക, ഇതുപോലുള്ള കമൻറ്റുകളുമായിട്ട് വരാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, നിങ്ങൾ കാണേണ്ട. നിങ്ങൾക്കും ഇതേപോലെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ ഞാൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുരുമുളകും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേണം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചല്ല, നന്നായിട്ട് എണ്ണയുള്ള തേങ്ങയാണ്. അപ്പോൾ ആവശ്യമില്ലാതുള്ള എണ്ണയെല്ലാം കൂടി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ തീയലൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഓരോരുത്തരും വെക്കുന്ന രീതിക്കുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത്, അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ടിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ചേർക്കും. തണുത്തതിന് ശേഷം എപ്പോഴായാലും നമ്മളിത് അരിച്ചെടുക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ തീയലിന് ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. തേങ്ങ വറുത്തെടുത്ത് ചീനച്ചട്ടി തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിടുന്നത് പച്ചമുളകാണ്. ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ പച്ചച്ചോള ഇട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തീയലിനകത്ത് ഇടുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാൻ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പടവലങ്ങയും കൊച്ചുള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇത്രയും ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ തേങ്ങയൊക്കെ നാറി വന്നിട്ടുള്ളത് നമുക്കൊന്ന്
അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുന്ന് വെള്ളമൊന്നും ഒഴിച്ച് വെള്ളത്തിനകത്തിട്ടൊന്നും തീയിലുണ്ടാക്കി എടുക്കരുത്. അപ്പോൾ ഇതേപോലെ വഴറ്റിയിട്ടൊക്കെ വേണം തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ചെറിയ തീയിലൊക്കെ ഒന്ന് വറുത്തെടുത്ത് തേങ്ങയൊക്കെ, അതേപോലെ തന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്തൊക്കെ വഴറ്റിയിട്ട് വേണം തീയിൽ വെക്കാനായിട്ട്. നമുക്ക് ആ കൊഞ്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കൊഞ്ചൊക്കെ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കിടന്ന് ഒന്ന് വാടിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ അരപ്പൊക്കെ നന്നായിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വഴറ്റുന്നതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടപ്പൊക്കെ ഒന്ന് തുറന്ന് അതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് നോക്കാം, ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉണക്കക്കൊഞ്ച് പടവലങ്ങ തീയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നാളെയും കാണാം.